ഹായ്, ഞാൻ മഞ്ജു. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പാൽപ്പായസം ഉണ്ടാക്കും, സേമിയ പായസം, അല്ലെങ്കിൽ അടപ്രഥമൻ അല്ലേ. നമ്മളെപ്പോഴും ഇതൊക്കെയല്ലേ ട്രൈ ചെയ്യാറ്. അത് നമുക്കിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പായസം, പലരും ഉണ്ടാക്കുന്ന തന്നെ ആയിരിക്കും, പൈനാപ്പിൾ കൊണ്ടുള്ളൊരു പായസം. പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടാത്തൊരു വളരെ അപൂർവമായിരിക്കും. പൈനാപ്പിൾ പായസത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കുമ്പം പാലിലേക്ക് ആഡ് ചെയ്യുമ്പോൾ പിരിഞ്ഞു പോകുന്നു, അതൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഈ പായസത്തിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രപ്പോർഷനും ഇത് പിരിയാതെ എങ്ങനെ നമുക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാമെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഇതിന് നമുക്ക് വേണ്ടത് 2 കപ്പ് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത നല്ല പഴുത്ത പൈനാപ്പിൾ. ഓക്കെ, ഇത് ഇതുപോലത്തെ ഒരു മെഷറിംഗ് കപ്പിൽ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 1/2 ലിറ്റർ 500 ml പാല്, ഫുൾ ഫാറ്റ്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക്. പിന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര. ഏത് കപ്പിലാണോ പൈനാപ്പിൾ എടുത്താൽ അതേ കപ്പിൽ തന്നെ 3/4 കപ്പ് പഞ്ചസാര. പിന്നെ ഒരു 4-5 ഏലക്ക പൊടിച്ചെടുക്കാം. പിന്നെ വേണ്ടത് കുങ്കുമപ്പൂവാണ്, കേസർ. ഇത് നമുക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ബ്യൂട്ടിഫുൾ കളറും നമ്മൾ പായസത്തിന് കൊടുക്കും. അടുത്തത് ഒരു 1/4 കപ്പ് 1/4 കപ്പ് ചൗരി, സാഗോ സീഡ്സ്. അതൊരു അരമണിക്കൂർ വെള്ളത്തിൽ നേരത്തെ തന്നെ കുതിർത്തിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. നല്ല വെന്ത് വരുമ്പോൾ ഊറ്റിയെടുത്ത് തണുത്ത വെള്ളത്തിൽ കഴുകി വയ്ക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 3/4 കപ്പ് പഞ്ചസാരയില്ലേ, ഷുഗർ, അതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് സോട്ട് ചെയ്യാം. ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പൈനാപ്പിൾ നല്ല ജ്യൂസി അല്ലേ, നല്ല പഴുത്ത പൈനാപ്പിളാണേ. അപ്പോൾ കണ്ടോ, അതിന് അതിൻ്റെ ജ്യൂസൊക്കെ ഇങ്ങനെ റിലീസാവും. അത് മാത്രമല്ല ഈ ഷുഗറും നന്നായി മെൽറ്റായി അതിങ്ങനെ ലിക്വിഡാവും. ഇത് നന്നായിട്ട് ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി ഇതിനെ ഒന്ന് ആ വെള്ളവും ആ മോയ്സ്ചറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ബോയിൽ ചെയ്ത് തുടങ്ങി. മീഡിയം ഫ്ലെയിം ആട്ടോ. ഒരു 5 to 10 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ഈ വെള്ളം വറ്റാൻ തുടങ്ങും. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധ വേണം, ഒന്ന് ഇടയ്ക്കിളക്കി കൊടുക്കണം. ഇപ്പോൾ കണ്ടോ, അതിങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് ആ പാനിന് ഇങ്ങനെ ചെറുതായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതായിട്ട്, അതായത് ഫുള്ളങ്ങ് വറ്റി കട്ടിയാവണ്ട, ഈ ഒരു പരുവം മതി. ഇത് നന്നായി തണുക്കാൻ വയ്ക്കാം. നമ്മുടെ പൈനാപ്പിൾ നന്നായി റൂം ടെമ്പറേച്ചറിലാവുന്ന വരെ തണുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് മിൽക്കിൻ്റെ മിക്സർ ഉണ്ടാക്കാം. ഇത് ഞാൻ ആ 1/2 ലിറ്റർ പാല് എടുത്ത് ഒരു പാനിൽ വെച്ച ശേഷം ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. പക്ഷേ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോഴാണ് അതിനൊരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് ബോയിലാവട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 10 to 12 സ്ട്രാൻഡ്സ് കുങ്കുമപ്പൂ കൂടെ ആഡ് ചെയ്യാം. ഇതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ കളർ, നമ്മുടെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ ഒരു യെല്ലോ ഉണ്ടല്ലോ, ആ കളറാണ് ഇതിന് കിട്ടുക. നല്ല ഭംഗിയുള്ളൊരു കളർ നമ്മുടെ പായസത്തിന് കിട്ടും. അതുമല്ല അതിൻ്റെ ഒരു ഫ്ലേവർ ഒരു ഡിഫറെൻ്റ് ആണ് ഈ കുങ്കുമപ്പൂവിന്. അതുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായി ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരിച്ച് വെച്ച് കഴുകി വെച്ചിട്ടില്ലേ ആ സാഗോ സീഡ്സ്, ചൗവരി, നല്ല വെന്ത, അതുകൂടെ ഇട്ട് ഇത് നന്നായിട്ട് അങ്ങ് ബോയിലാവട്ടെ. ഇപ്പോൾ നല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇളക്കി ആ സൈഡ്സിൽ വരുന്ന ആ ക്രീമൊക്കെ ഇതിലേക്ക് തന്നെ ഇളക്കിയിട്ട് ഇങ്ങനെ ഇളക്കി അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഒന്ന് വറ്റി വരണം. ഹാഫൊന്നും ആവണ്ട, എന്നാലും ഒന്ന് വറ്റി വരണം. ചവ്വരി ആഡ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കുറുകി വരും. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ആഡ് ചെയ്യണം. അത് നമ്മുടെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി കേട്ടോ, ഒരു പിഞ്ച് മതി. നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ മിൽക്കിൻ്റെ ആ മിക്സ്ചർ കണ്ടോ, കുറച്ചൊന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് പൊടിച്ച് വെച്ച ഏലക്കാപ്പൊടി ചേർക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ തണുക്കുക. ഇത് 2 സാധനവും, പൈനാപ്പിളും പാലിൻ്റെ മിക്സറും റൂം ടെമ്പറേച്ചറിൽ തണുത്ത ശേഷം മാത്രമേ മിക്സ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മൾ പൈനാപ്പിൾ നേരത്തെ തണുത്തിരിക്കുക, രണ്ടും നല്ല തണുത്തു ശരിക്കും പറഞ്ഞാൽ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, രണ്ടും തണുത്ത ശേഷം മാത്രമേ യോജിപ്പിക്കാവുള്ളൂ. അങ്ങനെ ഈ 2 മിക്സ്ചറും നല്ല തണുത്ത ശേഷം മിക്സ് ചെയ്താൽ ഒരിക്കലും ഇത് പിരിയില്ല കേട്ടോ.
പലർക്കും എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച് ഇത് ചെറിയ ചൂടോടെയൊക്കെ രണ്ടും മിക്സ് ചെയ്യും. ഈവൻ ഇളം ചൂട് പോലും വേണ്ട, നല്ല റൂം ടെമ്പറേച്ചർ ആയ ശേഷം മാത്രം മിക്സ് ചെയ്യുക. കണ്ടോ അതിൻ്റെ കളറ്, നമ്മളെ കുങ്കുമപ്പൂവിൻ്റെ കളറാണത്. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ, പായസം റെഡിയായി. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടിട്ട് എന്ത് തോന്നുന്നു? വളരെ എളുപ്പമാണ്, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമാണ്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത് പിരിയത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ അത് രണ്ടും തണുത്ത ശേഷം മാത്രമേ യോജിപ്പിക്കുക. അപ്പോൾ ഈ ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. ഓക്കെ, ബൈ.